ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ ഇന്ന് തിരഞ്ഞെടുത്ത വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം, പാരമ്പര്യത്തെക്കുറിച്ചുള്ള തർക്കം, 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം യെരുശലേമിൽ നിന്നും ഫരീസയരും നിയമജ്ഞരും യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നതെന്തുകൊണ്ട്? പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയും മാതാവിനെയും അധിക്ഷേപിക്കുന്നവൻ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ പറയുന്നു, ആരെങ്കിലും തൻ്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നൽകിക്കഴിഞ്ഞുവെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടതില്ല. കപടനാട്യക്കാരെ, യെശയ്യാ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെയധികം അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. നിങ്ങൾ കേട്ട് മനസ്സിലാക്കുവിൻ. വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതെല്ലാ ചെടികളൊക്കെയും പിഴുതെറിയപ്പെടും. അവരെ വിട്ടേക്കൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധനെ അന്ധൻ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. നിങ്ങൾ ഇപ്പോഴും ഗ്രഹണശക്തിയില്ലാത്തവരാണോ? വായിൽ നിന്ന് പ്രവേശിക്കുന്നത് ഉദരത്തിലേക്ക് പോകുന്നുവെന്നും അവിടെ നിന്ന് അത് വിസർജിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ദുഷ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് ആരെയും അശുദ്ധനാക്കുന്നില്ല. ഈ തിരുവചനങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കുവാനുണ്ട്. ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നത് ഈ തിരുവചനങ്ങളിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളിലൂടെയുമാണ്. ഈ നോമ്പുകാലത്ത് ഇതുപോലുള്ള തിരുവചനങ്ങൾ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു നൽകുവാനുമുള്ള ഒരു ദൗത്യമാണ് ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത്. ഈ നോമ്പുകാലം പരിശുദ്ധാത്മാവിൻ്റെ നിറവും നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും ഇടവകകളിലും ഉണ്ടാകട്ടെ. ഈ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളും കലഹങ്ങളും അവസാനിച്ച് നല്ലൊരു കാലം വരുവാൻ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി.